പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളെ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക്, അല്ലെങ്കിൽ കുരിശിൻ്റെ സുവിശേഷത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ക്രൂശിതനായ ക്രിസ്തു നമ്മുടെ ഈ നാളുകളിലെ നമ്മുടെ ടോപ്പിക്കാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ വചനം നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ 1:23, ഞങ്ങളാകട്ടെ യഹൂദർക്കിടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കും. വിജാതിയർക്കിത് ഭോഷത്തരമാണ്, യഹൂദർക്ക് വലിയ ഇടർച്ചയുള്ളതാണ്. നമ്മൾ ഈ വിജാതിയർക്ക് ഭോഷത്തരം ആകുന്ന ഈ ക്രൂശിതനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ലോകത്തിലെ എല്ലാ ദൈവസങ്കല്പങ്ങളെയും നമ്മൾ ദൈവമാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വെറുതെ ആരെങ്കിലും ഞാൻ ദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ആരാധിക്കാൻ പറ്റില്ല. അവിടെയാണ് ദൈവസങ്കല്പം അതിൻ്റെ പാരമ്യത്തിൽ പരീക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ് കാൽവരി മല. ദൈവം സ്നേഹമാണ്. സ്നേഹമാണ് എന്നതിൻ്റെ ആ സ്നേഹം തെളിയിക്കുന്നത് സഹനത്തിലൂടെയാണ്. ഇങ്ങനെ സഹിച്ചുകൊണ്ട് തന്നെ ക്രൂശിച്ചവരെ, തൻ്റെ ശത്രുക്കളെ സ്നേഹിച്ച് അവരെ അനുഗ്രഹിച്ച ഒരു ദൈവം. ഈ ദൈവസങ്കല്പം വിജാതിയർക്ക് ഭോഷത്തരമാണ്, അല്ലെങ്കിൽ മറ്റ് ദൈവസങ്കല്പങ്ങൾക്ക് ഭോഷത്തരമാണ്. ഇന്നും ലോകത്തിന് ഈ പ്രിൻസിപ്പിളിനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെയാണ് നമ്മൾ ക്രിസ്ത്യാനി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിൽ, നിന്റെ ദാമ്പത്യത്തിൽ, നിന്റെ കമ്മ്യൂണിറ്റിയിൽ, നിന്റെ ഇടവകയിൽ, നീ ആയിരിക്കുന്ന സംവിധാനത്തിൽ ഒരു ഭോഷനാവുക എന്നതാണ്. നമുക്കതിന് താല്പര്യമില്ല. ഇന്നത്തെ ഒരു ലോകം നമുക്കറിയാം. ചുറ്റുപാടും കുറേ യുദ്ധങ്ങളൊക്കെ നടക്കുകയാണ്. അടിച്ചവനെ അടിച്ച് വീഴ്ത്തുക, അല്ലെങ്കിൽ തകർക്കുക, അങ്ങനെ ശത്രുവിൻ്റെ മേൽ ആധിപത്യം നേടുന്ന വീരയോദ്ധാക്കളും രാജ്യങ്ങളും സംവിധാനങ്ങളും മിസൈലുകളൊക്കെ വളരെയധികം കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഈ സുവിശേഷം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പണ്ടേത് കാലഘട്ടത്തെക്കാളും വളരെ വളരെ എല്ലാവരും ആൾക്കാർക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്തൊരു സുവിശേഷം. അവിടെയാണ് നിനക്ക് ഇത് സ്വീകാര്യമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. നിനക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? അതോ നീയും വിജാതീയനാണോ? നമ്മൾ ക്രിസ്ത്യാനി പറഞ്ഞ ദിവസം പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കുർബാന കൂടുന്നുണ്ട്, അല്ലേ? എല്ലാ കർമ്മങ്ങളും നിർവഹിക്കുന്ന ക്രിസ്ത്യാനി, നിന്റെ കൂടെ യേശു ഉണ്ടോ? യേശുവിനെ കണ്ടെത്തണമെങ്കിൽ അതാണ് കുർബാന, ബലി. ശൂന്യവൽക്കരണത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗമാണ് കുർബാന. 3 സ്ഥലങ്ങളിലാണ് ദൈവം ശൂന്യവൽക്കരിച്ചത്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 1, അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തിൻ്റെ എല്ലാ കഴിവുകളും മാറ്റിവെച്ച് അവൻ മനുഷ്യനായി തീരുകയാണ്. 1ാമത്തെ ശൂന്യവൽക്കരണം. മനുഷ്യനായി തീർന്നവൻ വീണ്ടും കാൽവരി മലയിൽ പാപിയായി തീരണം. പാപം ഏറ്റവും ലോകത്തിലെ എല്ലാ പാപങ്ങളും ഏറ്റെടുത്തവനായി പാപത്തിൻ്റെ വില കൊടുത്ത് ശിക്ഷ ഏറ്റുവാങ്ങി അവൻ കുരിശിൽ കിടക്കുക. 2ാമത്തെ ശൂന്യവൽക്കരണം. 3ാമത്തെ ശൂന്യവൽക്കരണമാണ് അവൻ ദിവ്യകാരുണ്യമായി നമ്മുടെ ഉള്ളിൽ വരികയാണ്. അപ്പോൾ ഈ കുർബാന നമ്മളിങ്ങനെ കാണാനും കേൾക്കാനും ഒക്കെ ആയിട്ട് നടന്നാൽ പോരാ. കുർബാനയായി തീരാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യർക്കും ഒരു കുർബാനയായി മാറാൻ വിളിക്കപ്പെട്ട ബുദ്ധിമുട്ടാണ്. എന്നാൽ നിനക്കതിന് ആഗ്രഹമുണ്ട്, കാരണം അത് നിന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കൽപ്പനയാണ്. യോഹന്നാൻ സുവിശേഷം 13 നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു കൽപ്പന, പുതിയ പ്രമാണം തരിക. എന്താണ് ആ പ്രമാണം? യോഹന്നാൻ 13:34, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്നത് മൂലം എല്ലാവരും അറിയും. അപ്പം നമ്മളൊരു ക്രിസ്ത്യാനിയാണ് എന്ന്, അല്ലെങ്കിൽ നമ്മുടെ വിളി എന്ന് പറയുന്നത് ശിഷ്യത്വത്തിലേക്കുള്ള വിളിയാണ്. നമ്മൾ കുറേ ഭക്തന്മാരായ ക്രിസ്ത്യാനികളായിരുന്നു കുറേ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളതല്ല. നമ്മളെയൊക്കെ ആത്യന്തികമായ വിളി ശിഷ്യത്വത്തിലേക്കാണ്.
അപ്പോൾ ആ ശിഷ്യത്വത്തിലേക്കുള്ള വഴി, ശിഷ്യനാകുന്ന എളിയത് എങ്ങനെയാണ്? നമ്മൾ സ്നേഹിക്കുന്നതിലൂടെയാണ്. എന്ത് സ്നേഹമാണ് നമ്മൾ കാണിക്കേണ്ടത്? നമ്മളിന്ന് പരസ്പരം നമുക്ക് ഇഷ്ടമുള്ളവരെ സ്നേഹിക്കുക, നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, നമ്മളെ സഹായിക്കുന്നവരെ സ്നേഹിക്കുക, നമ്മളെ സഹായിക്കാൻ സാധ്യതയുള്ളവരെ സ്നേഹിക്കുക, അല്ലേ? ഇതൊക്കെ നമുക്ക് നല്ല ബുദ്ധിയുള്ളതുകൊണ്ടൊക്കെ അറിയാം. ആരുടെയൊക്കെ കൂടെ നമ്മൾ നടന്നാൽ, ആരെയൊക്കെ നമ്മുടെ കൂടെ നിർത്തിയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുമെന്ന് അറിയുന്ന എല്ലാവരെയും നമ്മൾ കൂട്ടിച്ചേർത്ത് തീർക്കും. അതേപോലെ തന്നെ ആരെ കൂടെ നടന്നാൽ നമുക്ക് ദുരിതമുണ്ട്, ദുഃഖമുണ്ട്, സാമ്പത്തിക നഷ്ടമുണ്ട്, അവനെയൊക്കെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യണം. എന്നിട്ട് നമ്മൾ ദിവസവും കുർബാനയ്ക്ക് പോവുകയാണ്, എല്ലാ ദിവസവും ഭയങ്കര ജപമാല ചെല്ലുകയാണ്. വേസ്റ്റാണ്. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട് വേസ്റ്റ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, വെറുതെ എന്തെങ്കിലും കുറെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതല്ല ആധ്യാത്മിക ജീവിതം. ആധ്യാത്മിക ജീവിതം ബലിയാകലാണ്. ഈ ബലിയാവുക എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്തസ്സത്തയാണ് സ്നേഹമായി തീരും. അപരനു വേണ്ടി ജീവിക്കുന്നതിൻ്റെ പേരാണ് ബലി. സ്നേഹമെന്ന് പറയുന്നത്, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം ദാനമായി നൽകുന്നതാണ്. ഈ സ്വയം ദാനമായി നൽകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ശൂന്യവൽക്കരണം എന്ന വലിയ സത്യത്തെ നമ്മൾ ഉൾക്കും. അപ്പോൾ ത്യജിക്കുക, നഷ്ടപ്പെടുത്തുക, സെൽഫ് ഡിനായൽ, ഇതിൻ്റെ പേരാണ് ശൂന്യവൽക്കരണം എന്ന് പറയുന്നത്. തന്നെ പരിത്യജിക്കുക. ആർക്കെങ്കിലും എൻ്റെ ശിഷ്യന്മാരാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്ത് വരിക. ഇങ്ങനെ പരിത്യജിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഭൂലോക മണ്ടത്തരമായിട്ട്. കാരണം നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ സുഖസന്തോഷങ്ങൾ, നമ്മുടെ അഭിരുചികൾ, നമ്മുടെ സ്വപ്നങ്ങൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ട്, ഇതെല്ലാം പരിത്യജിച്ചിട്ട് നമ്മളിങ്ങനെ ദൈവത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂലോക മണ്ടത്തരമായിട്ട് തോന്നും. പക്ഷെ അത് മണ്ടത്തരമല്ല. നമ്മുടെ മുമ്പിൽ അങ്ങനെ ജീവിച്ച മനുഷ്യരൊക്കെ ഉണ്ട്, ഇല്ലേ? നമ്മുടെ രാഷ്ട്രപിതാവ്, ഹി ഫോളോഡ് ദിസ് പ്രിൻസിപ്പിൾ, ഹി ഫോളോഡ് ബൈബിൾ വെരി ക്ലോസ്ലി. പക്ഷേ പ്രിൻസിപ്പിൾ വാസ് ദ സെയിം. അപ്പോൾ അദ്ദേഹമൊക്കെ കാണിച്ചു തന്ന വഴികൾ ഇതൊക്കെ തന്നെയാണ്. ഗാന്ധിസൊക്കെ ഒരു പരിധിവരെ ക്രിസ്തുവിസം തന്നെയാണ്. പിന്നെ പുള്ളി ക്രിസ്തുവിൽ വിശ്വസിക്കാത്തതുകൊണ്ട് അത് നിലനിന്ന് പോയില്ല. പ്രിൻസിപ്പിൾ മാത്രം കൊണ്ട് കാര്യമില്ല. പ്രിൻസിപ്പിളിനകത്ത് സ്നേഹമുണ്ടായിരിക്കണം. സ്നേഹമെന്ന് പറയുന്നത് യേശുവാണ്. യേശുവിനെ ഇല്ലാതെ നമുക്ക് ആ സ്നേഹത്തിൽ വളരാൻ പറ്റും. പക്ഷേ യു ക്യാൻ സ്റ്റിൽ പ്രാക്ടീസ് ദ പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ ഇന്ന് എല്ലാ മതങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. പരിത്യാഗത്തിൻ്റെ, നഷ്ടപ്പെടുത്തലിനൊക്കെ ഒരു അംശം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതതിൻ്റെ പൂർണ്ണതയിൽ വരുന്നത് എവിടെയാ? ശത്രുവിനെ സ്നേഹിക്കുന്ന ഘടകം വരുമ്പോഴാണ് ബാക്കി എല്ലാ ദൈവങ്ങളും ദൈവസങ്കല്പങ്ങളും തകർന്നുടഞ്ഞു പോകുന്നത്. അപ്പം ഇവിടെ ഈ അവസാന കാലഘട്ടം നമ്മൾ യുഗാന്ത സഭയാണ്. യുഗാന്ത സഭ ക്രിസ്തുവിനെ ലോകത്തിന് മുമ്പ് ഏത് കാലഘട്ടത്തേക്കാൾ കാണിച്ചു കൊടുക്കേണ്ട ഒരു സമയമാണ്. ക്രിസ്ത്യാനികൾ, നിങ്ങളിലുള്ള ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം. ക്രിസ്തു ശിഷ്യന്മാർ ഈ ലോകത്തിൽ വരേണ്ട സമയമാണ്. അവിടെ ആ ശിഷ്യത്വത്തിലേക്ക് വരാൻ നമ്മൾ ഈ സത്യത്തെ ഉൾക്കൊള്ളണം. ഇത് ലോകത്തിന് പോഷത്തരമാണ്, വിജാതീയ മതങ്ങൾക്ക് പോഷത്തരമാണ്, വിജാതീയ ദൈവസങ്കല്പങ്ങൾ പോഷത്തരമാണ്. കാരണം വിജാതീയ ദൈവങ്ങൾ, ഈ ലോകത്തിൻ്റെ മനുഷ്യരുണ്ടാക്കിയ ദൈവങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ആ ദൈവങ്ങൾ അവരെ ശക്തി പ്രകടമാക്കുന്നത് ശത്രുവിനെ നിഗ്രഹിച്ചുകൊണ്ട്, ആ ശക്തി അവരുടെ സമ്പത്ത് പ്രകടമാക്കുന്നത് അവർ എല്ലാ സമ്പത്തും ഉള്ളവരായി കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ അവരുടെ ശക്തികൾ, സമ്പത്തുകളൊക്കെ ഇങ്ങനെ കാണിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് സത്യദൈവം, അവൻ സകലത്തിൻ്റെ ഉടവനായവൻ, ഒരു കൃമിയെ പോലെ പരമദരിദ്രനായി, ആഹാരമില്ല, വസ്ത്രമില്ല, പാർപ്പിടമില്ലാത്തവൻ, ദാരിദ്ര്യത്തിന്റെ പൂർണ്ണതയിൽ കുരിശിൽ കിടക്കും. അവൻ എല്ലാവരാലും പീഡിപ്പിക്കപ്പെട്ട്, അവഹേളിക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട ഒരു കൃമിയെ പോലെ കുരിശിൽ കിടക്കുക. ദിസ് ഈസ് ദ പവർ ഓഫ് ഗോഡ്. ഇതാണ് ദൈവത്തിൻ്റെ ശക്തി. ഇങ്ങനെ ശക്തി പ്രകടമാക്കാൻ സത്യദൈവത്തിന് പറ്റും, സാത്താന് പറ്റില്ല. ബാക്കി എല്ലാ ദൈവത്തിൻ്റെ സങ്കല്പങ്ങളുടെ പുറകിൽ, ലോകം ഉണ്ടാക്കിയ എല്ലാ സങ്കല്പങ്ങളുടെ പുറകിൽ ഏത് ശക്തിയാണ്? അത് സാത്താനാണ്. സാത്താന് ശക്തി പ്രകടിപ്പിക്കാൻ പറ്റും. ഇനി വരാനിരിക്കുന്ന അവസാന കാലഘട്ടങ്ങളിൽ സാത്താൻ വലിയ രൂപത്തിൽ ശക്തി പ്രകടിപ്പിച്ച് പുറത്തു വരും. അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, മരിച്ചവരെ ഉയർപ്പിക്കുന്ന അടയാളങ്ങൾ അവരെ കാണിക്കും. കാരണം യേശു പ്രവർത്തിച്ച എല്ലാ അടയാളങ്ങളും അന്തിക്രിസ്തു പ്രകടിപ്പിക്കും. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മളിങ്ങനെ വായ പൊളിച്ച് നിൽക്കുകയല്ല. ഇവിടേക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും ദൈവീകതയുടെ അടയാളമല്ല. യു ഹാവ് ടു ബി വെരി ക്ലിയർ. ഓക്കെ, നമ്മൾ ഇന്നിങ്ങനെ അത്ഭുതങ്ങൾ അടയാളം കാണുന്നിടത്ത് ഓടിക്കൊണ്ടിരിക്കുക ഒരു ജനം. അപ്പോൾ ഇതൊന്നും ദൈവികതയുടെ അടയാളം എന്ന് വെച്ചാൽ അത്ഭുതങ്ങൾ വേണ്ടാന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, സത്യദൈവം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആത്മദാനമായിട്ട് നൽകുക എന്നുള്ളത്. ആരെ സ്നേഹിക്കണം? ശത്രുവിനെ സ്നേഹിക്കണം. നിന്നെ ദ്രോഹിക്കുന്നതിനെ സ്നേഹിക്കണം, നിന്നെ അധിക്ഷേപിക്കുന്നതിനെ സ്നേഹിക്കണം, നിന്നെ ശപിക്കുന്നതിനെ സ്നേഹിക്കണം, നിന്നെ മുഖത്തടിക്കുന്നതിനെ സ്നേഹിക്കണം, നിന്റെ പുറകുപ്പായം വലിച്ചുകൊണ്ട് പോകുന്നതിനെ സ്നേഹിക്കണം. ബുദ്ധിമുട്ടാണ്. ഇതാണ് നമുക്ക് അവൻ കാണിച്ചു തരുന്നത്. ഈ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണം. ഈ സ്നേഹം പ്രകടിപ്പിക്കണമെങ്കിൽ
അനിവാര്യമായൊരു ഘടകമാണ് ശൂന്യവൽക്കരണം, പരിത്യാഗം. അതുകൊണ്ട് നമ്മുടെ സഭാപിതാക്കന്മാർ, വിശുദ്ധന്മാരൊക്കെ നമ്മൾ കാണിച്ചു തന്നത് അങ്ങനെയാണ് അല്ലേ. ഈ പരിത്യാഗമില്ലാതെ നമുക്ക് ക്രിസ്തുവിനോട് ചേരാൻ പറ്റില്ല പ്രിയമുള്ള. ഇവിടെയാണ് നമ്മൾ the Pentecostal teachings, പ്രോസ്പെരിറ്റി. നീ ഇങ്ങോട്ട് പോരുക, നിനക്കെല്ലാ സമൃദ്ധി ഉണ്ടാവും, സന്തോഷമുണ്ടാവും, നിനക്കെല്ലാ ലോകത്തിലെല്ലാ സുഖ സൗകര്യങ്ങളും നിന്റെ കൂടെ ഉണ്ടാകും ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞാൽ. നോ, ദാറ്റ് ഈസ് നോട്ട് ദ ഗോസ്പെൽ, ദാറ്റ് ഈസ് an ആന്റി ഗോസ്പെൽ. വളരെ വേദനയുണ്ട്. ഇറ്റ് ഈസ് an ആന്റി ഗോസ്പെൽ. ഇങ്ങോട്ട് വരിക, നിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന ഗോസ്പെൽ ഈസ് നോട്ട് ദ ട്രൂ ഗോസ്പെൽ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഗോതമ്പ് മണിയായി ഈ ലോകത്തിൽ അലിഞ്ഞു തീരാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഇതാണ് സ്നേഹത്തിൻ്റെ രൂപമെന്ന് പറയുന്നത്. ഇതാണ് ദൈവമെന്ന് പറയുന്നത്. ഈ ദൈവം നിൻ്റെ കൂടെ വരണം മക്കളെ. നമ്മൾ ദൈവാനുഗ്രഹങ്ങളുടെ പുറകെ നടക്കുകയാണ്. ദൈവം കുറേ അനുഗ്രഹങ്ങൾ തരും. നീ കുറേ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നീ കുറേ കാര്യങ്ങൾ ചെയ്ത് നിനക്ക് ദൈവാനുഗ്രഹം. നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 10-ാമത്തെ അധ്യായത്തിൽ കൊർന്നേലിയൂസ് എന്ന് പറഞ്ഞ ഒരു റോമൻ സെഞ്ചൂറിയൻ്റെ കഥ കേൾക്കും. അയാൾക്ക് നല്ല ഭക്തനാണ്. ദാനധർമ്മം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, നീതി പ്രവർത്തിക്കുന്നു. അവൻ്റെ പ്രാർത്ഥനയൊക്കെ ദൈവം കേൾക്കും. അപ്പോൾ ഈ ലോകത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കും. ദൈവാനുഗ്രഹം കിട്ടാൻ വേണ്ടി വിളിക്കപ്പെട്ടവനല്ല, നമ്മൾ ദൈവങ്ങളായി മാറാൻ വിളിക്കപ്പെട്ടവരാണ്. കാരണം നാളെ നമ്മൾ അവനോടൊന്നു ചേരേണ്ട സമയമായി. അവൻ രണ്ടാമത് പ്രത്യക്ഷപ്പെടുമ്പോൾ നിൻ്റെ കയ്യിൽ എനിക്ക് കുറേ ദൈവാനുഗ്രഹം ഉള്ളവനാണെന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഈ കാണുന്ന വീട്, ബംഗ്ലാവ്, കാറ്, സ്ഥാനമാനങ്ങൾ, ഈ ജോലി, ഈ ബിസിനസ്, ഇതെല്ലാം എനിക്ക് ദൈവം തന്നതാ. വെരി സോറി, ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ഇൻ ഹെവൻ. ഇതൊന്നും സ്വർഗത്തിന് യോഗ്യതയല്ല. ഇതൊന്നും സ്വർഗത്തിലെത്താനുള്ള യോഗ്യതയല്ല. സ്വർഗത്തിലെത്താനുള്ള, ദൈവത്തിലായിത്തീരാനുള്ള യോഗ്യത നീ സ്നേഹമായി മാറണം. സ്നേഹമായി മാറണമെങ്കിൽ എന്ത് വേണം? നഷ്ടപ്പെടുത്തണം. നിനക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളെല്ലാം നീ മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യണം. സ്നേഹത്തിൽ വ്യയം ചെയ്യണം. അളവുകളില്ലാതെ, കണ്ടീഷനില്ലാതെ നീ വ്യയം ചെയ്യാൻ സാധിക്കണം. ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇത് പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. ഇത് പ്രാക്ടീസ് ചെയ്യാത്ത നിനക്ക് ഒരിക്കലും സ്നേഹമായി മാറാൻ പറ്റത്തില്ല. നിനക്ക് നിന്നെ സ്നേഹിക്കുന്ന കുറേ പേരെ സ്നേഹിക്കാനും നിന്നെ സഹായിക്കുന്ന കുറേ പേരെ സഹായിക്കാനും സാധിക്കും. പക്ഷേ നിന്നെ വേദനിപ്പിക്കുന്നവരെ, നിന്നെ ഉപദ്രവിക്കുന്നവരെ, നിനക്ക് പാര വെക്കുന്നവരെ, നിന്നെ ദ്രോഹിക്കുന്നവരെ, നിന്നെ വഞ്ചിച്ചവരെ, നിന്നെ ദുരുപയോഗിച്ചവരെ സ്നേഹിക്കണം. നിന്റെ ശത്രുവിനെ സ്നേഹിക്കണം. ഇതാണ് നമ്മുടെ വിളി. ഇനി വരാൻ പോകുന്ന കാലഘട്ടം വലിയ പീഡനങ്ങളുടെ കാലഘട്ടമാണ്. ജാതിയർക്ക് ഭോഷത്തരമാണ് ക്രിസ്തു. ജാതിയരിന്ന് ഒതുങ്ങിയിരിക്കുകയാണ്. തൽക്കാലത്തേക്കുള്ള ഒതുക്കമാണ് കേട്ടോ. ഈ ശാന്തത ഒന്നും കണ്ട് നമ്മൾ സന്തോഷിക്കരുത്. ഈ ശാന്തതയൊക്കെ വരാൻ പോകുന്ന വലിയ പീഡനത്തിന് മുമ്പുള്ള ശാന്തതയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ടൈം യു നീഡ് ടു എക്വിപ്പ് യുവർ സെൽഫ്, യു നീഡ് ടു എക്വിപ്പ് യുവർ ഫ്ലോക്സ്. നിന്റെ കൂടെയുള്ള മക്കളെ പഠിപ്പിക്കണം. പരിത്യജിച്ച് നഷ്ടപ്പെടുത്തുവാൻ, പരിത്യജിക്കുവാൻ, ശൂന്യവൽക്കരിക്കാൻ പഠിപ്പിക്കുക. ഓക്കെ, അങ്ങനെ അത് ശൂന്യവൽക്കരിക്കണം. നമ്മൾ സ്നേഹമായി മാറുന്നത്. കാരണം നമ്മുടെ കൽപ്പന അതാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെന്ന് കൽപ്പിക്കുന്ന യേശു തൻ്റെ ശിഷ്യന്മാരുടെ ഏക ജീവിത പ്രമാണം. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ക്രിസ്ത്യാനിറ്റി. നീ പള്ളി പോവുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, നോമ്പ് നോക്കുക, പല കാര്യങ്ങൾ ചെയ്യാതെ ഏത് മതത്തിലെല്ലാവർക്കും എല്ലാ കർമ്മം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ വിളി അതല്ല. നമ്മുടെ വിളി സ്നേഹിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ഏക പ്രമാണം. അതാണ് ഏക ജീവിത പ്രമാണം. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ അന്തസത്ത എന്ന് പറയുന്നത്. ഇതില്ലാതെ ബാക്കി എന്തുണ്ടായിട്ട് കാര്യമില്ല മക്കളെ. നിനക്ക് നിൻ്റെ കൂടെയുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അവരെ വൈകല്യങ്ങൾ, അവരെ കുറവുകൾ, അവരെ ദുശീലങ്ങൾ, അവരെ നമ്മൾ കാണിക്കുന്ന ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ചിരിച്ചുകൊണ്ട് സ്നേഹിക്കാൻ, ക്ഷമിക്കാൻ സാധിക്കും, പൊറുക്കാൻ സാധിക്കും, അവർക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് മാത്രമേ പറ്റുള്ളൂ. ഇത് ലോകത്തിൽ ക്രിസ്ത്യാനിക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. Nobody can do it. ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവിടെയാണ് ലോകത്തിലെ എല്ലാ ദൈവസങ്കല്പങ്ങളും തകർന്നുടഞ്ഞു പോകുന്നത്. കാൽവരി മലയിലെ ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇതുപോലെ ഒരു ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റിൽ ദൈവം ആരാണെന്ന് അറിയണമെങ്കിൽ നീ കുരിശിൽ കയറ്റും. ഒരു ക്രിസ്ത്യാനി ആരാന്ന് അറിയുന്നത് ദിവസം പള്ളിയിൽ പോകുന്നവനോ, അതോ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവനോ, അതോ ജപമാല ചെല്ലുന്നവനോ, അതോ കരുണക്കൊന്ത 3 മണിക്ക് കരുണക്കൊന്ത ചെല്ലുന്നവനോ, അതോ നോയമ്പെടുക്കുന്നവനോ, അതോ പാവപ്പെട്ടവരെ സഹായിക്കുന്നത്? നോ, ഇതൊന്നും ക്രിസ്ത്യാനിറ്റിയുടെ ഐഡന്റിറ്റി അല്ല. നമ്മളിതൊക്കെയാണ്. ഞാൻ ഭയങ്കര ക്രിസ്ത്യാനിയാണ്, ഞാൻ പണ്ട് കള്ളുടിയനായിരുന്നു, ഞാനിങ്ങനെ അതിൽ നടന്നവനാണ്, ഞാൻ പള്ളിയിൽ കയറാത്തവനായിരുന്നു, ഇപ്പം ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. എന്നോ എന്തിനാ പള്ളിയിൽ പോകുന്നത്?
ഒറ്റ ചോദ്യത്തിൽ നിന്റെ മതാഭ്യാസങ്ങൾ മുഴുവൻ തകർന്നു പോകും. എന്തിനാ പോകുന്നത്? നാട്ടുകാർക്ക് വേണ്ടിയാണോ? ലോകത്തിന് വേണ്ടിയാണോ? സഭയ്ക്ക് വേണ്ടിയാണോ? ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണോ? നമ്മളെ കാര്യങ്ങൾ സാധിക്കണം, നമ്മളെ സുസ്ഥിതിക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നത്. അതല്ല, നീ ബലിയാകണം. നിനക്ക് മനുഷ്യരെ സ്നേഹിക്കാൻ, നിന്റെ ശത്രുക്കളെ പീഡിപ്പിക്കുന്നവരെ സ്നേഹിക്കാൻ, അവർക്ക് നന്മ ചെയ്യുവാൻ, നമ്മളെ ദ്രോഹിക്കുന്ന മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ കരത്തിന് ശക്തി വേണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കരങ്ങൾ നിവർത്തിപ്പിടിക്കാൻ ശക്തി ഉണ്ടാണ്. അവരെ അനുഗ്രഹിക്കാൻ നാവിന് ശക്തി ഉണ്ടാണ്. അവരെ ദൈവസന്നിധിയിൽ ന്യായീകരിക്കാൻ നാവിന് അഭിഷേകം ഉണ്ടാണ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുർബാനയ്ക്ക്. ഈ ശക്തി നമ്മൾ സ്വന്തമാക്കണം. അവൻ്റെ ബലിയിൽ നിന്ന് ഈ കൃപ നമ്മൾ സ്വന്തമാക്കണം. അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നതാണ്. അപ്പം ഈ സ്നേഹമായിരിക്കണം നമ്മുടെ ഏക പ്രമാണം. അപ്പം ഇങ്ങനെ യേശു തൻ്റെ ശിഷ്യന്മാരുടെ ഏക ജീവിത പ്രമാണം സ്നേഹമായിരിക്കണം എന്ന് ഇഷ്ടവയ്ക്കുന്നു. സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താ? സ്നേഹത്തിൻ്റെ പ്രത്യേകത സ്വയം ദാനമായി നൽകുക. A sincere gift of self. St. John Paul II beautiful definition. What is love? A sincere gift of self to another person. സ്വയം ദാനമാകുക. ഇതാണ് സ്നേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ. ഇതാണ് സ്നേഹിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ക്രിസ്തു ഈ സത്യം നന്നായി അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഒരുവനും ഉണ്ടാകാനില്ല എന്ന് അവിടുന്ന് പറഞ്ഞതുകൊണ്ട് ജീവൻ അർപ്പിക്കുക. സ്നേഹത്തിൻ്റെ പരമകാഷ്ഠയാണ് നമുക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കുക. അങ്ങനെ സ്നേഹത്തിൻ്റെ പൂർണ്ണത കാൽവരി മലയിൽ തെളിയിച്ചു. അങ്ങനെ ദൈവം സ്നേഹമാണെന്ന് തെളിയിക്കുമ്പോൾ ഒരു സത്യം നീ മനസ്സിലാക്കുക. ബാക്കി ദൈവങ്ങളെല്ലാം സങ്കല്പമാക്കി ലോകമുണ്ടാക്കിയ, ലോകത്തിലെ ബുദ്ധിമാന്മാരുണ്ടാക്കിയ, ലോകത്തിലെ വലിയ ഋഷിമാരും പണ്ഡിതന്മാരുണ്ടാക്കിയ എല്ലാ ദൈവസങ്കല്പങ്ങളും തകർന്ന് താഴെ വീഴും. Jesus is the only God and he is love. സ്നേഹമാണ് ദൈവം. ഈ സത്യം മനസ്സിലാക്കണം. ഈ സ്നേഹത്തിൽ വളരുന്നതിൻ്റെ പേരാണ് ക്രിസ്തീയത. ഇതിൻ്റെ പേരാണ് ആത്മീയത. അല്ലാതെ ഇറച്ചി കഴിക്കാതിരിക്കുന്നതോ മീൻ കഴിക്കാതിരിക്കുന്നതോ ജുബിട്ട് നടക്കുന്നതോ ഷർട്ടൂരി നടക്കണമെന്നല്ല ആധ്യാത്മികത. ആധ്യാത്മികത ഈ സ്നേഹത്തിൽ വളരുക എന്നുള്ളത്. നമുക്ക് ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഇതിൻ്റെ ഈ ആധ്യാത്മിക ചേർന്ന കുറേ സങ്കല്പങ്ങളുണ്ട്. ഇങ്ങനെ ഉപവാസങ്ങൾ, പ്രാർത്ഥനകൾ, കാവ്യം എടുത്ത് കണക്കൊക്കെ കണക്കുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര ഭക്തി, ഇതൊരു ദൈവിക സങ്കല്പത. അതല്ല. ഇങ്ങനെ ഭക്തിയുടെ മാർഗങ്ങൾ പ്രകടിപ്പിക്കാൻ, പ്രദർശിപ്പിക്കാൻ എല്ലാവർക്കും സാധിക്കും. അങ്ങനെ ഈ ലോകത്തിലുണ്ട്. സാത്താനും അങ്ങനെ തന്നെയാണ് വരുന്നത്. വെളുത്ത വസ്ത്രമിട്ട് അല്ലെങ്കിൽ കാവ്യ വസ്ത്രമിട്ടൊക്കെ വരും. പക്ഷേ നമ്മൾ അതിൻ്റെ അകത്തെ ദൈവത്വത്തെ മനസ്സിലാക്കുന്ന എവിടെയാണ്? അത് ചങ്കിന് കുത്തുമ്പോഴാണ്, പുറത്ത് ചാട്ടയ്ക്കടിക്കുമ്പോഴാണ്, മുഖത്തടിക്കുമ്പോഴാണ്, മുൾക്കിരീടം തലയിൽ തറയ്ക്കുമ്പോഴാണ്, ഉടുവസ്ത്രം ആ വസ്ത്രം കാവ്യവസ്ത്രം ഉരിയുമ്പോൾ കരങ്ങൾ നീളണം. God forgive them. God bless them. They do not know what they are doing. ഇത് പറയാൻ സാധിക്കണം. അവിടെയാണ് ദൈവം. ഈ ദൈവത്തെയാണ് ക്രിസ്തു കാണിച്ചു തരുന്നത്. അവിടെ മക്കളെ, ഇനി ലോകത്തിൽ വേറെ ദൈവങ്ങളില്ല. ബാക്കി എല്ലാ ദൈവസങ്കല്പങ്ങളും തകർന്നു കഴിഞ്ഞു. 2000 വർഷമായിട്ട് തകർന്നിരിക്കുക. പക്ഷെ ഇപ്പോഴും നമ്മളിങ്ങനെ മറ്റതിനെയൊക്കെ കെട്ടിപ്പിടിച്ച് നടക്കുകയാണ്. അതിൽ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ഇല്ലേ? ഉണ്ട്. കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ എന്താണ്? എന്തോ ഒരംശം. പക്ഷെ യഥാർത്ഥ ദൈവവുമായിട്ട് എന്ത് ബന്ധം അതിനുണ്ട്? ഒന്നുമില്ല. ഇവിടെയാണ് നമ്മൾ ആത്യന്തികമായി സത്യം പ്രഘോഷിക്കണം. ഞാൻ സത്യത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. എന്താണ് സത്യം? ദൈവം സ്നേഹമാണ്. റോമ പടയാളികൾ മുഴുവൻ കണ്ട്, റോമ സാമ്രാജ്യം കണ്ട്, ഇങ്ങോട്ട് കഴിഞ്ഞ 2000 വർഷമായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ക്രിസ്തു ശിഷ്യന്മാർ ഇന്നും നമ്മുടെ ഭാരതത്തിൽ റാണി മരിയ, വിശുദ്ധ റാണി മരിയ, അതുപോലെ നമ്മുടെ ജസ്യൂട്ട് ഫാദർ, എല്ലാവരും ഇതുപോലെ ഇപ്പോഴും ക്രിസ്തു, സിറിയയിലും ഇവിടെ ഇറാഖിലും ഒക്കെ ക്രിസ്ത്യാനികൾ കഴുത്ത് ഇറക്കി കൊല്ലപ്പെടുമ്പോഴും ഇന്നും പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നൊരു സത്യമാണ്. ദൈവം സ്നേഹമാണ്. ചിരിച്ചുകൊണ്ട് ഈ പീഡനങ്ങളെ ഏറ്റുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾ ഇന്നുമുണ്ട്. പക്ഷേ നിനക്കിത് സാധിക്കുന്നുണ്ടോ? അതിൻ്റെ ഒരു വഴിയാണ്, പ്രിയമുള്ളവരെ, നമ്മൾ പരിത്യാഗത്തിൻ്റെ വഴിയിലേക്ക് വരണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ദശാംശം കൊടുത്തൊന്നും അവന് സ്വർഗത്തിൽ പോകത്തില്ല. വലിച്ചെറിയണം. നിന്റെ സമ്പത്ത് വലിച്ചെറിയണം, പങ്കുവെക്കണം. ഇല്ലാത്തവനുമായിട്ട് പങ്കുവെക്കണം. അന്വേഷിച്ച് കണ്ടെത്തി കൊടുക്കണം. ചേർത്ത് പിടിക്കണം. ഇങ്ങനെ
ഈ സ്വയം ഇതെല്ലാം നമുക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചിരിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്താണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കുന്നില്ല, എൻ്റെ കൊച്ചിന് ജോലി കിട്ടുന്നില്ല, എൻ്റെ ജോലിക്ക് പ്രൊമോഷൻ ഇല്ല, എൻ്റെ രോഗം മാറുന്നില്ല, ഇതെല്ലാം മാറണമെങ്കിൽ എങ്ങനെ വേണം? ദൈവം നിൻ്റെ കൂടെ വരും. നീ മാമോനെ സേവിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് എന്ത് നടക്കാനായിട്ടാണ്? അതുകൊണ്ട് വിട്ടുകൊടുക്കുക, വലിച്ചെറിഞ്ഞ് പരിശീലിക്കുക. ഇതൊന്നും സ്നേഹിച്ച് പിടിച്ച് നമുക്ക് ദൈവത്തെ കിട്ടത്തില്ല. അതുകൊണ്ട് ഈ ശൂന്യവൽക്കരണം, പരിത്യാഗം, സെൽഫ് ഡിനായൽ, ആ സെൽഫിൻ്റെ അകത്ത് ഏറ്റവും വലിയ സെൽഫാണ് എന്ത്? മണി. കാരണം നീ എന്ന് പറയുന്ന നിന്റെ യഥാർത്ഥ അസ്തിത്വം നിൽക്കുന്ന പണത്തിലാണ്. പണം എങ്ങനെ ഉണ്ടാകുന്നത്? നിന്റെ വിദ്യാഭ്യാസം, നിന്റെ കഴിവുകൾ, നിന്റെ സഹനങ്ങൾ, നിന്റെ അധ്വാനം, നിന്റെ സമയം മാറ്റിവെക്കുക, ഇതെല്ലാം മാറ്റിവെച്ചുമ്പോൾ നിനക്ക് കിട്ടുന്നൊരു സാധനമാണെന്ന് പണം. നിന്റെ തന്നെയാണ്. അപ്പം നമ്മുടെ ആത്മീയതയുടെ ആദ്യത്തെ മാനദണ്ഡമാണ് നീ സമ്പത്ത് എത്രമാത്രം നീ ശേഖരിച്ചു വെക്കുന്നുണ്ട്. നിന്റെ വരുമാനത്തിൻ്റെ, നിന്റെ സ്വത്തിൻ്റെ എത്രമാത്രം നീ മറ്റുള്ളവൻ്റെ സഹോദരൻ്റെ ഉന്നമനത്തിന് വേണ്ടിയും സഹോദരനുള്ള സ്നേഹത്തെ പ്രതി, അവൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നീ എന്ത് മാറ്റിവെക്കുന്നു? This defines love, nothing else. ഇതാണ് ബലി. ഈ കുർബാനയാണ് കുർബാന. നീ ഓരോ ദിവസവും നിന്റെ ഇടവകയിൽ പോയി അർപ്പിച്ചു വരുന്ന ബലി യേശുക്രിസ്തു പെസഹ വ്യാഴാഴ്ച അപ്പം മുറിച്ച് കാണിച്ചത്. അങ്ങനെ കാണിച്ചിട്ട് പുള്ളി പതുക്കെ സ്വർഗത്തിലേക്ക് പുറകത്തെ വാതിൽ കൂടെ സ്വർഗത്തിലേക്ക് പോവല്ല ചെയ്തത്. ആ കാണിച്ച ബലി പിറ്റേ ദിവസം കാൽവരി മലയിൽ അർപ്പിക്കുക. ഇങ്ങനെ ബലി അർപ്പിക്കണം മക്കളെ. ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ബലിയാകാൻ തയ്യാറാവണം. അവൻ അപ്പമെടുത്ത് വാഴ്ത്തിയിട്ട് പറയുകയാണ്, ഇതെൻ്റെ ശരീരമാണ്. ദിസ് ഈസ് മൈ ബോഡി. യഥാർത്ഥ വേർഡ് ഇറ്റ് ഈസ് നോട്ട് ബോഡി, ഇറ്റ് ഈസ് മൈ ഫ്ലെഷ്. വചനം മാംസം ധരിച്ചു, അല്ലേ? വചനം മാംസം ധരിച്ചു. വേർഡ് ബിക്കെയിം ഫ്ലെഷ് എന്നാണ്. ഫ്ലെഷ് മീൻസ് എന്താണ്? ദ ഹോൾ ബീയിങ്. എനിക്കുള്ള സകലതും നിങ്ങൾക്കായി കഴിയും. വാങ്ങി ഭക്ഷിക്കുക. ഓരോ ക്രിസ്ത്യാനിയും നിനക്കുള്ള സകലതും ഇങ്ങനെ വെച്ചിട്ട് വരണം. നിന്റെ സഹോദരനോട് ആവശ്യകരം വാങ്ങി ഭക്ഷിക്കുക എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാകും. ഇതാണ് കുർബാന. അല്ലാതെ ഇനി എന്ത് കിട്ടും, ഇനി എന്ത് നേടാൻ വേണ്ടി കുർബാനയ്ക്ക് പോകുന്ന ക്രിസ്ത്യാനി, നിന്റെ ബലി വേസ്റ്റാണ്. ഇറ്റ് ഈസ് ആൻ ആബ്സല്യൂട്ട് വേസ്റ്റ്. വെരി സോറി ടു സേ. അതുകൊണ്ടാണ് നിന്റെ കുടുംബത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, സ്വർഗീയ ആനന്ദമില്ല, പരസ്പര സ്നേഹമില്ല, ഐക്യമില്ല, അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഇതെല്ലാം ദൈവമുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. ഇതെല്ലാം ദൈവത്തിൻ്റെ ക്വാളിറ്റീസാണ്. സ്നേഹം, സമാധാനം, ഐക്യം, പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്, മറ്റുള്ളവന് വേണ്ടി ബലിയാകാൻ തയ്യാറാകാം, നഷ്ടപ്പെടുത്താൻ തയ്യാറാകാം, അവരന് വേണ്ടി ജീവിക്കാൻ തയ്യാറാകാം. ഒക്കെ കുടുംബത്തിൽ വരണമെങ്കിൽ ഈ മഹാമോനെയൊക്കെ വലിച്ചു കളയണം. അല്ലാതെ ദൈവത്തെ കിട്ടില്ല. ഇനി സമയമില്ല. അതുകൊണ്ട് ഈ കൃഷിതനായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഈ സുവിശേഷം ശ്രമിച്ചത് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ സ്നേഹിച്ച് ആത്മസമർപ്പണത്തിലൂടെ ജീവിതം ധന്യമാക്കുന്നതാണ് ക്രിസ്തീയത. സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. എങ്ങനെ സ്നേഹിച്ച് വരുമ്പോൾ നിന്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അതാണ് എൻ്റെ സത്യം. ഇന്ന് നീ പറയും, എനിക്ക് ഭയങ്കര ദൈവാനുഗ്രഹം കിട്ടി. എന്താണ്? കോടിക്കണക്കിന് സ്വത്തല്ലേ, ഏക്കർ കണക്കിന് സ്വത്തല്ലേ, കിലോ കണക്കിന് സ്വർണം എല്ലാം ദൈവം തന്നതാണ്. ഏത് ദൈവം? Do you know that God? നിനക്കറിഞ്ഞൂടാ മകനെ, നീ ഇപ്പോഴും വിജാതീയനാ. ഈ ദിവസം പള്ളി പോകുന്നവനാ, പക്ഷെ യു ആർ എ നോൺ ക്രിസ്ത്യൻ. നീ വിജാതീയനാ. കാരണം നിന്റെ സങ്കല്പം, ദൈവസങ്കല്പം ഘടകവിപരീതമാണ്. സത്യദൈവത്തിന് ഘടകവിപരീതമാണ്. എന്ന് വെച്ചു സ്വർണം വേണ്ടേ, സ്വത്ത് വേണ്ടേ? വേണം. എന്തിനാണ് സ്വത്ത്? ഉദാരമതിയാകാൻ, അനേകരെ സ്നേഹിക്കുവാൻ, അനേകർക്ക് ജീവിതം ഉണ്ടാകാനാണ് നിനക്ക് സ്വത്ത് ഉണ്ടാകണം. അല്ല നിനക്ക് കൂട്ടി വെച്ച് നിന്റെ കൊച്ചുമക്കൾ കൊടുക്കാനുള്ളതല്ല. നിന്റെ കോൺഗ്രിഗേഷൻ സ്വത്ത് ഉണ്ടാക്കണ. സെലറ്റ് എന്നെ പ്രതി ദരിദ്രർക്ക് വീതിച്ചു കൊടുക്കണം. ധനികനായ യുവാനോട് പറഞ്ഞില്ലേ, നിത്യജീവൻ വേണോ? ദൈവത്തെ വേണോ? സമ്പത്ത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് പങ്കുവെച്ചു കൊടുക്കണം. അതിനാണ് സമ്പത്തിൻ്റെ ഉദ്ദേശം. അതിനാണ് സമ്പത്ത്. യേശുവിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താ? അവൻ്റെ ദൈവീകത. ആ ദൈവീകത എന്തിനാണ് ഉപയോഗിച്ചത്?
നിനക്ക് പങ്കുവെച്ച് തരാമെന്ന്. അവസാന തുള്ളി വരെ പങ്കുവെച്ചവൻ തന്നു. അങ്ങനെ അവൻ തന്നെ നൽകുകയാണ്. ഇതിനാണ് നമുക്ക് തന്നിരിക്കുന്നത്. എനിക്കൊരു ശരീരം നൽകപ്പെട്ടിരിക്കും. എബ്രായ ലേഖനം 10 എന്തിനാണ് ശരീരം? നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപമോചനത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ നൽകപ്പെട്ട, പങ്കുവെക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ്. ശരീരത്തിൻ്റെ കൂടെ ശരീരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്വത്ത് സൗകര്യം എല്ലാം പങ്കുവെക്കാനുള്ള. ഇങ്ങനെ നിങ്ങൾ സ്നേഹത്തിൽ ഉദാരമതികളാകണം. അപ്പം ആ പ്രിൻസിപ്പിൾ അങ്ങനെ നമ്മൾ പരിത്യജിച്ച് നമ്മൾ എന്തായിത്തീരണം? നമ്മുടെ ജീവനം ഈ സമർപ്പണത്തിലൂടെ, പരിത്യാഗത്തിലൂടെ നമ്മുടെ ജീവിതം ധന്യമാകണം. അപ്പം അങ്ങനെ വരുമ്പോൾ സ്നേഹത്തിൻ്റെ പ്രമാണത്തിൻ്റെ ഇങ്ങനെ നിങ്ങൾ സ്നേഹിക്കണമെങ്കിൽ അതിൻ്റെ ഒരു പ്രായോഗിക വശമാണ് ഈ ശൂന്യവൽക്കരണം. സ്വയം ത്യജിക്കണം. നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിക്കണം, നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റിക്കണം, നമ്മുടെ സുഖസന്തോഷങ്ങൾ കുറച്ച് വേണ്ടാന്ന് വെക്കണം. അല്ലാതൊന്നും നിനക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. പ്രാക്ടീസ് ചെയ്യണം. മാത്രമല്ല, സ്നേഹം അതിൻ്റെ വിജയത്തിനായി കണ്ടെത്തിയ മാർഗമായിരുന്നു ശൂന്യവൽക്കരണമെന്ന് വ്യക്തമാകണം. സ്നേഹിക്കണമെങ്കിൽ നീ നിന്റെ ഇഷ്ടങ്ങൾ പരിത്യജിക്കണം. നിന്റെ താല്പര്യങ്ങൾ, നിന്റെ സുഖങ്ങൾ, നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നതൊക്കെ അവരെൻ്റെ അത്യാവശ്യത്തിൻ്റെ മുൻപിൽ നിന്റെ ആവശ്യങ്ങൾ ത്യജിക്കാൻ തയ്യാറാണ്. അവരെൻ്റെ സന്തോഷത്തിൻ്റെ മുൻപിൽ നിന്റെ സന്തോഷങ്ങൾ പരിത്യജിക്കാൻ നീ തയ്യാറാണ്. അവരെൻ്റെ സുഖത്തിന് വേണ്ടി നിന്റെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഇങ്ങനെ നീ ഉപേക്ഷിക്കുമെന്ന് നീ വിചാരിക്കും നിനക്കെല്ലാം നഷ്ടമില്ല. ഇങ്ങനെ എന്നെ പ്രതി, എൻ്റെ സുവിശേഷത്തെ പ്രതി നഷ്ടപ്പെടുത്തിയാലും 100 ഇരട്ടി ഞാനിവിടെ തരും. 100 ഇരട്ടി. അപ്പം നീ എന്ത് ചെയ്യും? വീണ്ടും നീ ഉദാരമതിയും. നിന്റെ സ്വർഗസ്ഥനായ പിതാവ് ഉദാരമതിയായിരിക്കും പോലെ അവൻ കാരുണ്യവാനും കൃപാലുവുമായ ദൈവം, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. ഇതാണ് ദൈവം. അങ്ങനെ നമ്മൾ ഉദാരമതികളാണ്. അപ്പം ഈ ഉദാരമതിയായിട്ട് കൊടുക്കണം. ഇതിനാണ് നിനക്ക് സമ്പത്ത് തന്നിരിക്കണം. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ വസിക്കും. ഇങ്ങനെ സ്നേഹിക്കണമെങ്കിൽ അതിൻ്റെ പ്രായോഗിക വശമാണ് ശൂന്യവൽക്കരണം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ശൂന്യവൽക്കരണം കേവലം ഒരു പുണ്യമല്ല കേട്ടോ. ഈ ഉപവാസം അല്ലെങ്കിൽ ഈ പരിത്യാഗം എന്ന് പറഞ്ഞൊരു പുണ്യമല്ല. അതെന്താണ്? അത് പുണ്യമായിരുന്നെങ്കിൽ നമുക്കത് മാറ്റി വെച്ചിട്ട് നമുക്ക് ക്രിസ്തീയ ജീവിതം നയിക്കാമായിരുന്നു. പക്ഷേ അത് പുണ്യമല്ല. അത് നമുക്ക് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്തീയ ജീവിതം പടുത്തുയർത്താം. എന്നാൽ ക്രിസ്തീയതയുടെ പ്രായോഗികതയാണ് ശൂന്യവൽക്കരണം. കാരണം ഒരു പുണ്യപ്രവൃത്തിയല്ല. നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, നമ്മൾ കുറേ സാധനം ത്യജിക്കുക എന്നുള്ളൊരു പുണ്യമല്ല. അത് സ്നേഹത്തിൻ്റെ പ്രായോഗികതയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തീയതയുടെ പ്രായോഗികതയാണ് ശൂന്യവൽക്കരണം. അത് സ്നേഹിക്കുക എന്ന പ്രമാണത്തിൻ്റെ അന്തർധാരയാണ്. ആകയാൽ ശൂന്യവൽക്കരണം കൂടാതെ സ്നേഹമോ, സ്നേഹം കൂടാതെ ക്രിസ്തീയതയോ സാധ്യമല്ല. നമ്മളൊക്കെ കുറേയൊക്കെ ശൂന്യവൽക്കരിച്ചിട്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത്. യാതൊന്നും ശൂന്യവൽക്കരിച്ചില്ല എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മളൊക്കെ ഒരു സ്റ്റേജ് കഴിഞ്ഞങ്ങ് നിർത്തിയത്. ആ സ്റ്റേജിൻ്റെ ഒന്നാമത്തെ സ്റ്റേജാണ് ദശാംശം. ദശാംശത്തിൽ നമ്മൾ സമ്പത്തിൻ്റെ ശൂന്യവൽക്കരണം നിർത്തി. ക്രിസ്ത്യാനി മുഴുവൻ കൊടുക്കണം, നിനക്കുള്ളത് കൊടുക്കണം. എന്താണ് ഇന്നത്തെ ആവശ്യം? അത് കൊടുക്കാനുള്ള വിശ്വാസത്തിലേക്ക് വളരുക. കാരണം ദൈവം എൻ്റെ സമ്പത്താകണം. അതാണ് ശൂന്യവൽക്കരണം. അതിനാൽ ഈ സത്യം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പരിവർത്തനം വരുത്തി മറ്റുള്ളവർക്ക് വേണ്ടി ബലിയാകുവാൻ, നഷ്ടപ്പെടുത്തുവാൻ, ത്യജിക്കുവാൻ ഒരുങ്ങുക. അങ്ങനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ക്രിസ്തു ശിഷ്യന്മാരാണ് മാറും. അതിനുള്ള കൃപ തമ്പുരാൻ നിങ്ങൾക്ക് തരട്ടെ. ആമേൻ.